ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ UDF പ്രചാരണത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സജീവമാകാത്തതിൽ വെട്ടിലായി കോൺഗ്രസ്. ആര്യാടൻ ഷൗക്കത്തിന് പാണക്കാട് കുടുംബത്തിൻ്റെ പിന്തുണയില്ലാത്തത് ലീഗ് നേതാക്കളെയും അകറ്റുന്നു. പ്രചാരണത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരും സജീവമാകാത്തത് തിരിച്ചടിയാകുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ്. PV അൻവറിനെ മുന്നണിയിൽ എടുക്കാത്തതിലും ലീഗിന് എതിർപ്പുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിശദീകരിക്കാൻ ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ് തുടക്കം മുതലേ കണ്ടതാണ്. അതായത് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് തന്നെ ലീഗിൻ്റെ പ്രതിനിധി വിട്ടുനിൽക്കുന്നു. അതായത് പാണക്കാട് കുടുംബത്തിൻ്റെ പ്രതിനിധി വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എങ്കിലും പാണക്കാട് കുടുംബത്തെ പ്രതിനിധീകരിച്ച് ആരും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. അന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പുറത്തായിരുന്നു എന്നൊരു വിശദീകരണമാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾ സജീവമാകുന്നില്ല എന്നത് കോൺഗ്രസ്സിന് വലിയൊരു പ്രശ്നമായി, തലവേദനയായി മാറിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തും പാണക്കാട് കുടുംബവും നല്ല ചർച്ചയിൽ അല്ല. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ഇതൊക്കെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കുക? ശിവദാസ്. നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദ് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കടുത്ത വിമർശകനായിരുന്നു. പലപ്പോഴും മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേ പാദത്തണിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിന്തുടർന്നിരുന്നത്. മുസ്ലിം ലീഗിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ആര്യാടൻ ഷൗക്കത്ത് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗ് കാര്യമായി പ്രചാരണ രംഗത്ത് സജീവമല്ല എന്നത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. സാധാരണ UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി, അത് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും, മുസ്ലിം ലീഗ് സജീവമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. മുൻകാലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിനേക്കാൾ ഒരുപടി മുന്നിലായി തന്നെ മുസ്ലിം ലീഗ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ നിലമ്പൂരിൽ മുസ്ലിം ലീഗ് കാര്യമായി തന്നെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രംഗത്തില്ല എന്നത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. അത് വലിയ രീതിയിൽ തന്നെ അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. മലപ്പുറം ജില്ലയിലടക്കം മുസ്ലിം ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ്. നിലമ്പൂരിലും സമാനമായ അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, കൺവെൻഷനിൽ UDFിൻ്റെ കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആരും തന്നെ പങ്കെടുത്തിട്ടില്ല. മുസ്ലിം ലീഗിനെ മറ്റു പല നേതാക്കളും പങ്കെടുത്തിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തെങ്കിലും പാണക്കാട് കുടുംബത്തിലെ ആരും പങ്കെടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളും കാര്യമായി മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒരു സാന്നിധ്യം ഇല്ല എന്നത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. അവർ സജീവമായി രംഗത്തില്ല, പേരിന് മാത്രമാണ് പലപ്പോഴും ഈ മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം തന്നെ പ്രചാരണങ്ങളിൽ എത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ മണ്ഡലം വളരെ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം ലീഗിലെ UDFിലെ ആര്യാടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ LDFിലെ M സ്വരാജും PV അൻവറും മത്സര രംഗത്തുണ്ട്. അതോടൊപ്പം NDA മുന്നണിയും മത്സര രംഗത്തുണ്ട്. ഇങ്ങനെ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും നിർണായകം തന്നെയാണ്. ആര് ജയിക്കും എന്നതുപോലും ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ ഇവിടെ LDF ആയിരുന്നു ജയിച്ചിരുന്നത്. അന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 2700 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അന്ന് UDFിലെ VV പ്രകാശിനെ തോൽപ്പിച്ചത്. അത്തരത്തിൽ വളരെ ടൈറ്റായ ഒരു മത്സരം കൂടി നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ നിയമസഭാ മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണത്തിൽ UDFിന് വെല്ലുവിളിയായി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഈ കാര്യമായ ഒരു സജീവ സാന്നിധ്യമില്ലാത്തതും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഉള്ള ഈ കടുത്ത വിഭാഗീയത, അതും വലിയ രീതിയിൽ തന്നെ UDFിനെ ബാധിക്കുന്നുണ്ട്, കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. മുൻപ് VV പ്രകാശൻ മത്സരിച്ച ആ സമയത്ത് അദ്ദേഹത്തെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കാലുവാരി എന്നൊരു പ്രചാരണം ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച സമയത്ത് കോൺഗ്രസിനുള്ളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. നിലവിൽ VS ജോയിയുടെ പക്ഷം അദ്ദേഹത്തെ കാലുവാരും എന്നൊരു പേടി കോൺഗ്രസിന് ഉണ്ട്. കാരണം VS ജോയി സ്ഥാനാർത്ഥിയാകാൻ പല രീതിയിലും ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. UDFിലെ അന്തഛിദ്രം ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയ സാധ്യതയെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നിലമ്പൂരിൽ UDF പ്രചരണത്തിൽ നിന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ സജീവമല്ല, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്.
ആര്യാടൻ ഷൗക്കത്തിന് പാണക്കാട് കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലാത്തത് ലീഗ് നേതാക്കളെ അകറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രചരണത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ സജീവമാകാത്തത് തിരിച്ചടിയാകും എന്ന ഭീതിയിലാണ് കോൺഗ്രസ്. പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കാത്തതിൽ ലീഗിന് വലിയ അമർഷമുണ്ട്, എതിർപ്പുണ്ട്. ശിവദാസ് കർമ്മനമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.